പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ്. ഒത്തിരിയേറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. പഴയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പ്രാചീനമായിട്ടുള്ള പാറകളാൽ നിർമ്മിതമാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത്. ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. എന്നാൽ അവയിൽ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഉപദ്വീപീയ പീഠഭൂമിയെ മധ്യ പീഠഭൂമി എന്നും ദക്ഷിണ പീഠഭൂമി എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതി. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ നദികളുടെ പ്രത്യേകതകൾ, അതുപോലെ താഴ്വരകൾ, പർവ്വതങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒത്തിരിയേറെ കാലാവസ്ഥാ മാറ്റങ്ങൾ ഒരു ഭൂപ്രകൃതിക്ക് സംഭവിക്കാം. ഇപ്പോൾ ചൂടായാലും തണുപ്പായാലും അതിലുള്ള വലിയ വ്യത്യാസങ്ങൾ ഈ സമയത്ത്, അല്ലെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും ചേർന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത്. നർമ്മദ, അതുപോലെ താപ്തി, കൃഷ്ണ, കാവേരി എന്നീ നദികളൊക്കെ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നമുക്കറിയാം.